ഒരു കെ.എസ്.ആർ.ടി.സി ബസ്സിൽ മൈസൂരേക്കുള്ള യാത്രയിലാണ്. ബസ് ബന്ദിപ്പൂരും ഗുണ്ടൽപേട്ടും ഒക്കെ കടന്ന് മൈസൂരിൻ്റെ സിറ്റി പ്രാന്ത പ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അവിടുത്തെ കാഴ്ചകളാണിത്. വളരെ മനോഹരമായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ കർണാടകത്തിലേക്ക് കയറുമ്പോഴത്തേക്കും തന്നെ ആ ഒരു വ്യത്യാസം, എങ്ങനെ ഒരു സംസ്ഥാനം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് ഈ കർണാടകം. ഇപ്പം നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നല്ല ക്ലീനായിട്ടുള്ള റോഡുകളാണ്. ഒരു വലിയ ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത്. ശരിക്കും ഇത് മൈസൂർ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ കൂടെയാണ് പോകേണ്ടത്. പക്ഷേ അവിടെ എന്തോ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. വഴി ഒന്ന് തിരിഞ്ഞാണ് പോയിരിക്കുന്നത്. ഈ വഴിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ മൈസൂർ എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ മൂന്നാമത്തെ വലിയ നഗരമാണ്. അതേപോലെ തന്നെ ജനസംഖ്യയിലും കർണാടകത്തിലെ ഏറ്റവും കൂടുതൽ ജനം വസിക്കുന്ന മൂന്നാമത്തെ നഗരവുമാണ് മൈസൂർ. ഏകദേശം 10,14,227 പേർ. ഇത് 2017 കണക്കനുസരിച്ച് ഉള്ള കണക്കാണ്. താമസിക്കുന്ന ഒരു നഗരമാണ് മൈസൂർ. അതേപോലെ തന്നെ ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 146 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് ചുറ്റുണ്ടി എന്ന് പറയുന്ന മലനിരകളുടെ താഴ്വാരത്തിലാണ് ഈ ഒരു മൈസൂർ എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത്. 152 ചതുരശ്ര കിലോമീറ്ററാണ് ഈ മൈസൂരിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1399 മുതൽ 1956 വരെ മൈസൂർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ബസ് നേരെ മൈസൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള മൈസൂരത്തെ ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കുറേയധികം വെള്ളയും ചുമപ്പും കളറുകളുള്ള കുറേ ബസ്സുകൾ ഇവിടെ കിടക്കുന്നതാണ്. ഇത് നമ്മുടെ കേരളത്തിലെ KSRTC യുടെ ഫാസ്റ്റ് പാസഞ്ചർ ആ ഗണത്തിൽപ്പെടുന്ന കർണാടകയുടെ വണ്ടികളാണ്. ഇതിൻ്റെ പേര് കർണാടക സരിഗെ എന്നാണ് അവർ ആ വണ്ടിക്ക് നാമകരണം ചെയ്തിരിക്കുന്നത്. അതായത് കർണാടകത്തിൻ്റെ അകത്ത് തന്നെ ദീർഘദൂര സർവീസുകളൊക്കെ നടത്തുന്ന, അത്യാവശ്യം വലിയ ചാർജിലൊന്നും അല്ലാതെ പോകാവുന്ന ഒരു ബസ്. അപ്പോൾ ഞാൻ അവിടെ ബസ് ഇറങ്ങി പതുക്കെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു ഡോർമെറ്ററി പോലത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. ഏതായാലും നമ്മുടെ ബാഗൊക്കെ അവിടെ വച്ച് നഗരമൊന്ന് ചുറ്റിക്കാണാം എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ്. അതിനു മുമ്പ് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അല്പം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുള്ള കണക്കൂട്ടലോടുകൂടി ഇവിടെ സ്ഥിരമായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവാറുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ ആ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിൻ്റെ ഒത്തടുക്കാണ് ആ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ അവിടെ പോയി ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു മൈസൂരിലെ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു എൻ്റെ മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വൃത്തിയാണ്. സാധാരണ ബസ് സ്റ്റാൻഡുകളിൽ ഉള്ള പോലുള്ള ചപ്പ് ചവറുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകളോ ഒന്നും നമുക്ക് ഈ മൈസൂർ ബസ് സ്റ്റാൻഡിൽ കാണാനാവില്ല. പ്രത്യേകിച്ചും കർണാടകത്തിലെ
മൈസൂർ ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ മൈസൂർ ശരിക്കും ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എരുമയൂർ എന്നാണ്. ഇതിൻ്റെ അധിപനെ എരുമയൂരൻ, അതായത് മൈസൂർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിനെ എരുമയൂരൻ എന്നുമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഈ എരുമയൂര് എന്നുള്ളതിൻ്റെ സംസ്കൃത പദമാണ് മഹിഷപുരം. ഈ മഹിഷപുരം ലോപിച്ചാണ് ഇന്നത്തെ മൈസൂരായത്. ശരിക്കും മഹിഷുരു എന്നായിരുന്നു ഇടക്കാലത്ത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നത്. അത് ഒരു പക്ഷേ ഇംഗ്ലീഷുകാരൊക്കെ വന്നപ്പോൾ ആയിരിക്കാം അത് ഒന്ന് ആംഗലീകരിക്കപ്പെട്ട്, അതായത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അത് മൈസൂർ എന്നാവുകയാണ് ഉണ്ടായത് എന്നൊരു വാദവും കൂടിയുണ്ട്. മഹിഷയുടെ വാസസ്ഥാനം എന്നാണ് ഈ കന്നഡ ഭാഷയിൽ മൈസൂരു എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അതേപോലെ തന്നെ ഇവിടത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മളിപ്പോൾ നോക്കി നടക്കുന്നതും അങ്ങോട്ടാണ്. മൈസൂർ കൊട്ടാരം പ്രധാന ആകർഷണം. അതുപോലെ തന്നെ ചാമുണ്ഡി ഹിൽസ് ഉണ്ട്, മൈസൂർ സൂ ഉണ്ട്, ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരങ്ങളുണ്ട്. പിന്നെ ശ്രീരംഗപട്ടണത്ത് 2-3 ക്ഷേത്രങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് അതിൻ്റെ പേരുകൾ കൃത്യമായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. അപ്പോൾ ഇതിൽ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു കണക്കൂട്ടലോടുകൂടിയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ആദ്യം മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഉള്ളിൽ കയറി കണ്ടിട്ടുണ്ട്. അന്ന് 40 രൂപയായിരുന്നു ചാർജ്. ഇന്നിപ്പോൾ ഞാൻ പല സ്ഥലത്തും നോക്കിയപ്പോൾ 100 രൂപയാണ് ഇപ്പോൾ കൊട്ടാരത്തിനുള്ളിൽ എൻട്രി ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മൈസൂർ കൊട്ടാരം നോക്കി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പോയി ഒരു റൂമെടുത്ത് ഒന്ന് ഫ്രഷായി. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഈ പോകുന്ന വഴിക്കരികിൽ ഒരു ചെറിയ പാർക്ക് റൈറ്റ് സൈഡിൽ. നമ്മൾ ഈ വീതികൾക്കിടെ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോഴും റോഡൊക്കെ നല്ല ക്ലീനാണ്. അതുപോലെ ഫുട്പാത്തും നല്ല ക്ലീനാണ്, യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും ഇല്ല. ഒക്കെ കാലത്ത് തന്നെ, ഇപ്പോൾ ഏകദേശം മണി 10-10:15 എല്ലാം കാലത്ത് തന്നെ നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇതേപോലെ വൃത്തിയുള്ള മിക്കവാറും ഇപ്പോൾ ഇന്ത്യൻ നഗരങ്ങളെല്ലാം തന്നെ ഇതേ രീതിയിൽ വൃത്തിയുള്ള രീതിയിലായി തുടങ്ങി എന്നുള്ള ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നേരെ തിരിച്ച് ഉള്ള കാര്യങ്ങളും ചില സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളതും വേറൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഞാനിങ്ങനെ നടന്നു ചെന്നപ്പോൾ ഞാനിപ്പോൾ ചെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൊട്ടാരത്തിൻ്റെ പുറകുഭാഗത്തേക്കാണ്. ഞാൻ ഏതായാലും കൊട്ടാരത്തിൻ്റെ മുൻവശത്തേക്ക് തിരിച്ച് നടക്കുകയാണ്.